ഹലോ, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. മലപ്പുറത്തെ ഒരു വീട്ടിൽ ഒരു 3 പെൺമക്കളടങ്ങുന്ന ഒരു സാധാരണ കുടുംബം. അച്ഛൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ 3 പെൺമക്കളെയും പഠിപ്പിച്ച് വളർത്തി വലുതാക്കിയത്. സ്വാഭാവികമായിട്ടും മൂത്ത പെൺകുട്ടിക്ക് 23-24 വയസ്സായപ്പം ഒരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുകയും ഒരു ഗവൺമെൻറ് ജോലിയുള്ള ഒരാൾക്ക് അത്യാവശ്യം സ്ത്രീധനം എല്ലാം കൊടുത്തിട്ട് ഇവർ വിവാഹം നടത്തി വിട്ടു. സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ കല്യാണം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, ആവശ്യമില്ലാത്തൊരു 100 ചടങ്ങുകളുണ്ട്. ഈ ലോകത്തില്ലാത്ത ചടങ്ങുകളൊക്കെയാണ് നമ്മുടെ നാട്ടിലുള്ളത്. ഒരു 100 പ്രാവശ്യമെങ്കിലും ആ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരും, ഈ വീട്ടിൽ നിന്ന് അങ്ങോട്ട് പോകും. അങ്ങനെ അതിൻ്റെ പേരിൽ കുറേ എക്സ്പെൻസസ് 2 ഫാമിലീസും ഇങ്ങനെ സ്പെൻഡ് ചെയ്യാറുണ്ട്. ഈ സമയത്തൊന്നും ഇവൻ കണ്ടില്ല ഈ പെൺകുട്ടിക്ക് വണ്ണം കുറവാന്നുള്ളൊരു കാര്യം, അല്ലെങ്കിൽ ഈ സമയത്ത് ഇവൻ അറിഞ്ഞില്ല ഈ പെൺകുട്ടിക്ക് ജോലി ഇല്ല എന്നുള്ളൊരു കാര്യം. കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തൊട്ട് ഈ പെൺകുട്ടിക്ക് മാനസികമായിട്ട് ഇവൻ ഒരുപാട് സമ്മർദ്ദങ്ങളുണ്ടാക്കി. ഈ പെൺകുട്ടിക്ക് ജോലിയില്ല, ഇവൻ്റെ ചിലവിൽ കഴിയണമെന്ന്. പിന്നെ അല്ലെങ്കിൽ അത്രയും ചിലവിന് കൊടുക്കാൻ കഴിവില്ലാത്ത ഒരാളാണെങ്കിൽ എന്തിനാ കല്യാണം കഴിക്കുന്നത്? ഇവന് തന്നെ അങ്ങ് ജീവിച്ചാൽ മതിയില്ലായിരുന്നു. പിന്നെ ഇവൻ്റെ സംശയമെല്ലാം മുറുകി. കാരണം നിസ്സഹായമായിട്ട് മുമ്പിൽ നിൽക്കുന്ന പെണ്ണിൻ്റെ മുമ്പിലാണല്ലോ ഇങ്ങനെയൊക്കെ കാണിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നാട്ടുകാരുടെ മുമ്പിൽ പോയിട്ട് ഈ സ്വഭാവം കാണിച്ചു കഴിഞ്ഞാൽ നാട്ടുകാർ അടിച്ച് അവൻ്റെ ചെപ്പക്കുറ്റി തകർക്കുമെന്ന് ഇവനറിയാം. അവളൊരു പാവം ഒരു പെണ്ണ്, 10-25 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെണ്ണ്. ഇവക്ക് ഒന്നിനൊരു ഫ്രീഡം ഇല്ല. ഇവക്കടെ വാട്സപ്പ് ലിങ്ക്ഡാണ്. ഇവക്കാണെങ്കിൽ ആരോട് സംസാരിക്കാൻ പറ്റത്തില്ല, ആരോടൊന്നും ഷെയർ ചെയ്യാൻ പറ്റത്തില്ല. ഇവനാണെങ്കിൽ ഇവളെ കൊണ്ട് കൂട്ടുകാരെ വിളിപ്പിക്കും, അണ്ട് ഇവൻ മിണ്ടാതിരിക്കും. എന്താ ഇവൻ്റെ വല്ലതും കുറ്റം പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട്. മാനസികമായിട്ട് ഉപദ്രവിക്കും, ശാരീരികമായിട്ട് ഉപദ്രവിക്കും. അങ്ങനെ ആ പെങ്കൊച്ചി ഈ ലോകത്തുനിന്ന് പോയി കേട്ടോ. കാരണം അവൾ ആഗ്രഹിച്ച ജീവിതം ഇതൊന്നും ആർന്ന് കാണത്തില്ല. അവൾ നല്ലൊരു ജീവിതം സ്വപ്നം കണ്ടായിരിക്കും മുമ്പോട്ട് പോയത്. അപ്പോൾ ഈ പെങ്കൊച്ചിൻ്റെ കല്യാണത്തിൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് വിസ്മയനെ ഓർത്തു. കാരണം രണ്ടുപേരും ഏതാണ്ട് ഒരേ രീതിയിലാണ് കോസ്റ്റ്യൂംസും അതുപോലെ വിവാഹ വസ്ത്രങ്ങളൊക്കെ രണ്ടുപേരും ഒരേ രീതിയിലാണ്. രണ്ടുപേരുടെയും കേസിന് ഒരുപാട് സമാനതകളുണ്ട് കേട്ടോ. രണ്ടുപേർക്കും പീഡനം മുഴുവൻ സ്ത്രീധനം പോരാന്നുള്ള പേരിലായിരുന്നു. പിന്നെ അതിൽ സൗന്ദര്യം പോരാ. എങ്കിൽ 2 പെൺകുട്ടികളും നല്ല സുന്ദരി പെൺകുട്ടികളാണ്. ഇവനേതാണ്ട് കണ്ണുപൊട്ടനാന്ന് തോന്നുന്നു. കാരണം ഇവന് കാണാനുള്ള കഴിവുണ്ടായില്ല ഈ പെൺകുട്ടിക്ക് എത്രത്തോളം സൗന്ദര്യം ഉണ്ടെന്നുള്ളൊരു കാര്യം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ പെൺമക്കളെയൊക്കെ എത്രയധികം കഷ്ടപ്പെട്ടിട്ടാണ് പഠിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് 3 പെൺമക്കളുള്ളൊരു വീട്ടിൽ നിന്നൊക്കെ പറയുമ്പം ആ അപ്പൻ്റെ അമ്മയുടെ നെഞ്ചിലെ തീയൊക്കെ നമ്മളൊന്ന് ചിന്തിക്കേണ്ടത് തന്നെയാണ്. അവർ ഇത്രയും കാലം 10, 23, 24 വർഷം പൊന്നു പോലെ കൊണ്ടു നടന്നിട്ട് ഒരു മോളെ ഒരാളുടെ കയ്യിൽ ഏൽപ്പിക്കുമ്പം ഇവന് നോക്കാൻ പറ്റില്ലെങ്കിൽ തിരിച്ച് വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കാൻ പാടില്ലേ? എന്തിനാ അതിനെ കൊന്നു കളയാൻ പോയേ? എന്തിനാ അതിനെ ആത്മഹത്യ ചെയ്യിപ്പിക്കാനുള്ള ഒരു മെൻറ്റാലിറ്റിയിലേക്ക് എത്തിയത്? നമ്മളൊന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ പെൺമക്കളൊക്കെ 23, 22 വയസ്സൊക്കെ ആകുമ്പോഴത്തേനും നമുക്ക് ഭയങ്കര ടെൻഷൻ. അവരെ കെട്ടിച്ചു വിടണം. കാരണം അവർ പുര നിറഞ്ഞു നിൽക്കുക. എവിടെ പുര നിറഞ്ഞു നിൽക്കുന്നു? ഒരിക്കലും ഒരു പെൺകുട്ടിയും പുര നിറഞ്ഞു നിൽക്കുന്നില്ല ഇനിയുള്ള കാലഘട്ടങ്ങളിൽ. അവൾക്കൊരു ജോലി ഉണ്ടെങ്കിൽ അവൾ സ്വയമായിട്ട് ജീവിക്കും. അവർക്കൊരു ആത്മവിശ്വാസം വരും. നമുക്കൊരു ഇൻകം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ആത്മവിശ്വാസം വരത്തുള്ളൂ. അതാണ് നമ്മൾ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത്. ഈ കല്യാണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ സദ്യ വിളമ്പാനും അതുപോലെ ഡ്രസ്സ് വാങ്ങാനും സ്വർണം വാങ്ങാനും ഒക്കെ കാട്ടിക്കൂട്ടുന്ന കാശിൻ്റെ 4 മാത്രം മതിയായിരിക്കും നമ്മളെ മക്കളെ പഠിപ്പിച്ച് അവർക്ക് ഒരു ജോലി വാങ്ങിച്ചു കൊടുക്കാനായിട്ട്. ഈവൻ ജോലിയുള്ള എത്രയോ പെൺകുട്ടികൾ ഭർത്താക്കന്മാർ കാർഡും വാങ്ങിച്ചിട്ട് ഇങ്ങനെ നടക്കുന്നു. എത്രയോ പെൺകുട്ടികൾക്ക് ഒരു സാമ്പത്തികമായിട്ട് ഒരു സ്വാതന്ത്ര്യമില്ലാത്ത എത്രയോ പെൺകുട്ടികളുണ്ട്. പക്ഷെ അവരെ സംബന്ധിച്ച് പിന്നെ അവർക്ക് ആശ്വസിക്കാം. ജീവിതത്തിൽ ഒന്ന് ഇറങ്ങി പോകേണ്ട വന്നാലും ഈ ജീവിതം വേണ്ടെന്ന് വെക്കേണ്ട വന്നാലും അവർക്ക് തീർച്ചയായിട്ടും ഒരു ജോലി ഉണ്ടെന്നുള്ളൊരു കാര്യം. ഇതൊന്നും ഇല്ലാത്ത ആളുകളെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഇതൊന്നും ഇല്ലാത്ത പെൺകുട്ടികളെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അവരുടെ ബേസിക് നീഡായിട്ടുള്ള എന്തൊരു കാര്യം, ഒരു പാട് വാങ്ങാനോ എന്തിനാണെങ്കിലും ഈ കൈനീട്ടി നിൽക്കേണ്ട ഒരവസ്ഥ. അപ്പോൾ മാതാപിതാക്കൾ ചിന്തിക്കുക, പെട്ടെന്ന് കല്യാണം കഴിപ്പിക്കണം, 19 വയസ്സിൽ പിടിച്ച് കല്യാണം കഴിപ്പിച്ച് 20-ാമത്തെ വയസ്സിൽ കുട്ടി ഉണ്ടാവണമെന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുക നിങ്ങളെ ഇറക്കി വിടുന്ന വലിയൊരു നരകത്തിലേക്കായിരിക്കുമെന്ന്. എല്ലാവരുടെയും കേസസിൽ ഇതില്ല കേട്ടോ. വളരെ മനോഹരമായിട്ട് പെൺകുട്ടികളെ നോക്കുന്ന ഒരുപാട് കുടുംബമുണ്ട്. വളരെ മനോഹരമായിട്ട് അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ എന്ന് നോക്കുന്ന അമ്മായിമ്മമാർ അതുപോലെ ഭർത്താക്കന്മാരാണെങ്കിലും പഠിപ്പിച്ച് നല്ല ജോലി വാങ്ങിച്ചു കൊടുക്കുന്ന എത്രയോ കുടുംബങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ എണ്ണത്തിൽ വളരെ കുറവാണ്. പിന്നെ പെൺകുട്ടികളുടെ മാതാപിതാക്കൾ എപ്പോഴും ചിന്തിക്കുക, നിങ്ങൾ ഈ കഷ്ടപ്പെട്ട് കടവും എടുത്ത് ലോണും എടുത്ത് പെൺമക്കളെ കെട്ടിച്ചു വിടുമ്പം പവൻ പോരാന്നുള്ളതിൽ 15ഉം 20ഉം പവനൊക്കെ നിങ്ങൾ ഒപ്പിച്ച് കൊടുക്കുന്നുണ്ടല്ലോ. പക്ഷേ ഇത് വേറൊരു വീട്ടിലേക്ക് പോകുമ്പോൾ പല വീട്ടിലും ഇതിൻ്റെ എണ്ണത്തിന് വളരെ മൂല്യം കുറവാണെന്ന് നിങ്ങൾ ചിന്തിക്കുക. കാരണം അതൊക്കെ അധ്വാനിക്കാതെ വരുന്ന പണമാണ്. അതുകൊണ്ട് അതിനൊക്കെ എപ്പോഴും മൂല്യം കുറവായിരിക്കും. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് നിങ്ങൾ അധ്വാനിക്കുന്ന ഈ കാശ് മുഴുവൻ മറ്റു കുടുംബത്തിൽ അവരെ ഹാപ്പിയാക്കാതെ നിങ്ങളുടെ മക്കളുടെ നല്ല ഫ്യൂച്ചറിന് വേണ്ടി എപ്പോഴും വിനിയോഗിക്കാനായിട്ട് നോക്കുക. എപ്പോഴും ആലോചിക്കുക, ഇവൻ സന്തോഷമുള്ള കുടുംബങ്ങളിൽ പോലും അവരുടെ കുടുംബത്തിൽ ഈ പെൺകുട്ടികളൊക്കെ സന്തോഷമായിട്ടൊരു കുടുംബജീവിതം നയിക്കുന്ന സമയത്ത്
അവരുടെയൊക്കെ കുടുംബത്തിൽ എന്തെങ്കിലും ഒരു മരണമോ അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചു പോവോ പെട്ടെന്നൊരു രോഗാവസ്ഥയൊക്കെ വരുമ്പോൾ ജോലിയില്ലാത്ത പെൺകുട്ടികളൊക്കെ മുമ്പോട്ട് ഇങ്ങനെ നട്ടം തിരിഞ്ഞ് നിൽക്കാറുണ്ട്. അവരുടെ ലൈഫിൽ ഇനി അവർക്ക് എന്ത് ചെയ്യുമെന്ന് അറിയാൻ പാടില്ലാത്തൊരവസ്ഥ. ആ ഒരു സമയത്തൊക്കെയാണ് നമുക്ക് പെൺകുട്ടികൾക്ക് ജോലിയുടെ ഒരു ആവശ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അതായത് ഫെയിൽഡ് മാരീഡ് ലൈഫിൽ മാത്രമല്ല, സക്സസ്ഫുൾ ആയിട്ട് പോകുന്ന ലൈഫിലും എപ്പോൾ വേണമെങ്കിലും ഒരു അടി പതറാനുള്ള ഒരു സാധ്യത. കാരണം ജീവിതമാണ്, നമുക്ക് മുമ്പോട്ട് ഒന്നും പറയാനൊക്കത്തില്ല ജീവിതത്തിൽ എന്താ സംഭവിക്കുന്നതെന്നുള്ളൊരു കാര്യം. അതുകൊണ്ട് നമ്മുടെ മക്കളെ നമ്മൾ വേറൊരു വീട്ടിലേക്ക് അയക്കുന്നതിന് മുമ്പ് നമ്മൾ എഡ്യൂക്കേറ്റഡ് ആയിട്ട് അവർക്ക് 100% നല്ല എഡ്യൂക്കേഷൻ കൊടുക്കുക, നല്ല ജോലി കൊടുക്കുക. നിങ്ങൾ സ്ത്രീധനത്തിന് വേണ്ടി ഒന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല. അതൊക്കെ നിങ്ങളുടെ മക്കൾ സ്വയം ഉണ്ടാക്കിക്കോളും. നിങ്ങൾ നിങ്ങളുടെ മക്കളെ പഠിപ്പിച്ചാൽ മാത്രം മതി. അതിന് അവർക്കൊരു സാവകാശം കൊടുക്കുക. പിന്നെ എപ്പോഴും ചിന്തിക്കുക, 20 വയസ്സും 25 വയസ്സും തമ്മിലൊരു വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ 25 വയസ്സുള്ള ഒരു വ്യക്തിക്കും 28 വയസ്സുള്ള ഒരു വ്യക്തിക്കും തമ്മിൽ പക്വതയിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഈ വ്യത്യാസം എപ്പോഴും അവരുടെ കുടുംബത്തിലുള്ള പ്രശ്നങ്ങളെ അവർക്ക് നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ അതിജീവിക്കാനുള്ള പക്വത എപ്പോഴും പെൺകുട്ടികൾക്ക് ഏജ് കൂടുന്തോറും ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പം ഇത്തരത്തിലുള്ള മരണം വളരെ കുറവായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.